പക്ഷെ ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി അതിനെ ഫ്രീ ആക്കി വിടുന്ന സമയത്ത് അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും അല്ല എന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുന്ന സമയത്ത്, നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്ന സമയത്ത്, സോ നിങ്ങളുടെ ആ ഒരു സോൾ എക്സ്പാൻഡ് ജേർണിയിലേക്ക് വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ ലൈഫിൽ നിന്ന് തിരിച്ചു വന്നാലും നിങ്ങൾക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. Hello all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today and I'm super excited to be here with another video. ഇന്ന് ജൂലൈ 1st ആണ് അല്ലെ. 2024 തുടങ്ങിയിട്ട് 6 മാസം ഓൾറെഡി കഴിഞ്ഞു. വല്ല ഐഡിയ ഉണ്ടോ ഈ 6 മാസത്തില് എന്തൊക്കെ മേജർ ചേഞ്ചസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വരുത്താൻ സാധിച്ചോ? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ? ഈ 6 മാസം ടൈം നിങ്ങൾക്ക് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടാണോ തോന്നിയെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം. ഇനി അങ്ങനെയല്ല, ഇനി വേണം ഒന്ന് ട്രാക്കിലേക്ക് വരാൻ, ഇനി വേണം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ, എയിം ചെയ്യാൻ, നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ, സെൽഫായിട്ട് വർക്ക് ചെയ്യാൻ, ചില തീരുമാനങ്ങൾ എടുക്കാൻ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ കമോൺ, നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. ഇനി നമുക്ക് 6 മാസം ടൈം ഉണ്ട്, പക്ഷെ 6 മാസം കൂടെ ടൈം ഉള്ളൂ അല്ലെ. 2024 നമുക്ക് മറക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ 6 മാസം എന്ന് പറയുന്നത് ആവശ്യത്തിലുണ്ട്. പക്ഷെ ഓരോ ദിവസവും നമ്മൾ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കണം. ഓരോ ദിവസവും നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കാൻ സാധിക്കണം. എന്റെ ലൈഫിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ലൈഫിൽ പല പല കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. റിലേഷൻഷിപ്പ്, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, ജോബ് ഓർ പേഴ്സണൽ ലൈഫ്, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെ. നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതും സോൾവ് ചെയ്യാൻ സാധിക്കാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കണം അല്ലെ. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവാൻ തുടങ്ങുന്നത് നമ്മളിലേക്ക് കൂടുതൽ കണക്ട് ആവുന്ന സമയത്താണ്, നമ്മുടെ സോൾ എക്സ്പാൻഡ് ആവുന്ന സമയത്താണ് അല്ലെ. സോ ഓരോ ആളുകൾക്കും ഓരോ ലൈഫ് ഇന്റൻഷൻ ഉണ്ടായിരിക്കണം, ഓരോ ലെസൺ ഉണ്ടായിരിക്കണം, അവർ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം, അവർ പോകേണ്ടതായിട്ടുള്ള ലൈഫ് ലെസൺസ് ഉണ്ടായിരിക്കണം. സോ ഓരോ ആളുകളുടെ സ്റ്റോറിയും ഡിഫറെന്റ് ആണ് അല്ലെ. അല്ലെങ്കിൽ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു ഓതന്റിക് നേച്ചർ ഉണ്ടാവുന്നുണ്ട് അല്ലെ. നമ്മൾ ആ ഒരു കാര്യത്തിൽ കണക്റ്റഡ് ആവുന്ന സമയത്താണ് നമ്മുടെ ലൈഫിൽ പല ഏരിയാസിൽ ചേഞ്ചസ് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഓതന്റിക് ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സോൾ എക്സ്പാൻഡ് ചെയ്യണം എന്ന് പറയുന്നത്. സോൾ എക്സ്പാൻഡ് ചെയ്യുക ഇൻ ദ സെൻസ് ലൈക്ക് നമ്മൾ കൂടുതൽ നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഓതന്റിക് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മളുടെ സോൾ കൂടുതൽ അവേക്കൻ ആവുന്നത് അല്ലെ. സോ നമ്മുടെ സോൾ പേർപ്പസ് എന്താണ്? എല്ലാവർക്കും സോൾ പേർപ്പസ് ഉണ്ടാവണം എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും സോൾ പേർപ്പസിലേക്ക് വരണം എന്നുള്ളത് പറയുന്നില്ല. പക്ഷേ നമുക്ക് ആ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന ഒരു മൊമെന്റ് ലൈഫിൽ ഉണ്ടാവണം അല്ലെ. അത് എപ്പോഴാണ് തോന്നുന്നത് വെച്ചാൽ നമുക്ക് നമ്മളായിട്ട് നിൽക്കുന്ന സമയത്താണ്. സോ അതിലേക്ക് എത്തുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ ജനിക്കുന്നത് മുതൽ നമുക്ക് ഒന്നാമത് അറിയില്ല നമ്മൾ എന്താണ്, നമ്മുടെ സോൾ എന്താണ്, നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ, സ്പിരിച്വാലിറ്റി, ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഒരു ബോധവും ഉണ്ടാവില്ല അല്ലെ നമ്മൾ ജനിച്ചു വളരുന്ന സമയത്ത്. സോ അവിടെ എന്തൊക്കെയാണോ ആരൊക്കെയാണോ ഇൻവോൾവ് ആയിട്ടുള്ളത് അവരാണ് നമ്മളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുക. നമ്മുടെ പാരന്റ്സ് ആയിരിക്കാം, അവരുടെ ബിലീഫ്സ് ആയിരിക്കാം, നമ്മുടെ കൂടെയുള്ള ആളുകളായിരിക്കാം, നമ്മുടെ ലൈഫ് സിറ്റുവേഷനിൽ ഓരോ ടൈമിലും മീറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കാം അല്ലെ. സോ അവിടെ നമ്മളുടെ സോൾ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ആ ഒരു യാത്രയിൽ ചെയ്യും. അവിടെ മിസ്റ്റേക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്ന് തോന്നുന്നുണ്ടായിരിക്കണം അല്ലെ. എന്തിലേക്കാണ് വരേണ്ടത്, നമ്മുടെ യൂണിക് ടാലന്റ് എന്താണ്, നമ്മുടെ ഒരു ഓതന്റിസിറ്റി എന്താണെന്ന് മനസ്സിലാക്കുന്നത് വരെ ഇതുപോലെ പല കാര്യത്തിലും പല ആളുകളിലും നമ്മൾ സ്റ്റക്ക് ആയിട്ട് നിന്ന് പോകും അല്ലെ. ഈ സമയം നമുക്ക് നമ്മുടെ ലൈഫിൽ പല പല ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കമ്പനി ആയിരിക്കാം, ആഗ്രഹിക്കുന്ന ഒരു ജോബ് ആയിരിക്കാം, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കാം, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക എന്നുള്ളതായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം. സോ ഈ ഒരു സമയത്ത് നമ്മൾ കളക്ട് ചെയ്യുന്ന ഇതുപോലത്തെ ആഗ്രഹങ്ങള്, പക്ഷെ ഇതില് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഫിൽട്ടർ ചെയ്ത് നോക്കുന്ന സമയത്ത് ചില ആഗ്രഹങ്ങൾ ആക്ച്വലി നമ്മള് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല. സോ നമ്മൾ എവിടേക്കോ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടോ, അല്ലെങ്കിൽ നമ്മൾ എവിടേക്കോ ഒരു ഇൻസ്പയർഡ് ആയിട്ടായിരിക്കാം ആ ഒരു കാര്യം നമ്മളുടെ ലൈഫിലേക്ക് വേണമെന്ന് തോന്നുന്നത്. സോ മേ ബി ലൈക്ക് അത് ലൈഫിലേക്ക് കിട്ടിക്കഴിഞ്ഞാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിക്കൊള്ളണമെന്നില്ല. സോ നമ്മൾ ചില കാര്യങ്ങൾ അത്ര ആഗ്രഹിച്ചിട്ട് ലൈഫിൽ വരുന്ന സമയത്ത് ഇതല്ല വേണ്ടത്, നമുക്ക് വേറെന്തോ ഒരു കാര്യമാണ് വേണ്ടത് എന്നുള്ളത് അല്ലെ. സോ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, നമ്മൾക്ക് അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നില്ല, ഒരു സോൾ കംപ്ലീഷൻ നമുക്ക്
ജെന്യൂൻ ആയിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കില്ല അല്ലെ. സോ നമ്മൾ എന്താണ് ഒരു റിയൽ സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് സോ ആദ്യം തന്നെ നമ്മളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോ ഈ ഒരു ടൈമിൽ മേ ബി നിങ്ങൾക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങളുടെ പേർപ്പസ് എന്താണ്, നിങ്ങളുടെ ജോബ് എന്താണ്, നിങ്ങൾ എന്തിലേക്കാണ് വരേണ്ടത്, നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ് എന്താണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആണ് വേണ്ടത്, ആരാണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത്, ഇതിനെ പറ്റിയിട്ട് യാതൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവില്ല. മേ ബി നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരുപാട് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാതിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ആഗ്രഹത്തിൽ ഈ ഒരു കറന്റ് ടൈമിൽ നിങ്ങൾക്കുള്ള ആഗ്രഹത്തിന്റെ മേലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുക. പക്ഷെ അതിന്റെ കൂടെ തന്നെ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ സോൾ എക്സ്പാൻഡ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടെ കണക്ട് ആവുക. അതായത് നമ്മൾ ഓത്തന്റിക് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. അവിടെ നമ്മൾ ഒരാളും ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, കാരണം ഓരോ ആളുകൾക്കും യുണീക്ക് ആയിട്ടുള്ള ടാലന്റ് ഉണ്ടായിരിക്കണം, യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം അല്ലെ. മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഒരു ടാലന്റ് എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും യുണീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ടായിരിക്കണം, നിങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു വേയിലായിരിക്കാം. സോ നിങ്ങളെ ഡിഫറെന്റ് ആക്കി വെക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെ. സോ നമ്മൾ ചില കാര്യത്തില് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു നേച്ചർ നമ്മൾ ഡിസ്കവർ ചെയ്യാതെ പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ ഒരു ഓത്തന്റിക് ആയിട്ടുള്ള നേച്ചർ നമ്മൾ വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, ജെന്യൂൻ ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. സോ ഈ വരുന്ന ഒരു 6 months ടൈം നിങ്ങളുടെ ഓത്തന്റിക് ആയിട്ടുള്ള നേച്ചറിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആ ഒരു യൂണിക് സ്വഭാവ ഗുണങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് എന്തൊക്കെയാണോ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റാൻ ആഗ്രഹിക്കുന്നത്, അതൊരു പീപ്പിൾ പ്ലീസർ ആയിട്ട് നിൽക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നോ പറയാൻ ബുദ്ധിമുട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നതായിരിക്കാം, ദേഷ്യം വരുന്നതായിരിക്കാം. എന്താണോ നിങ്ങൾക്കൊരു ചാലഞ്ചിങ് ആയിട്ട് ഈ ഒരു ടൈമിൽ നിൽക്കുന്നത്, നിങ്ങളുടെ ഓത്തന്റിക് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ ബ്ലോക്ക് ചെയ്യുന്നത്, അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഹാബിറ്റും ആയിരിക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാബിറ്റ് നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം എന്ന് പറയുന്നത്. സോ ഈ വരുന്ന 6 months ടൈമിൽ നിങ്ങളുടെ ഇതുപോലത്തെ കാര്യങ്ങളെ നിങ്ങളെ ചാലഞ്ച് ചെയ്ത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുക. സോ എന്താണോ നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ മനസ്സിൽ അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാ അത് ചെയ്തത്, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു ഡൗട്ട് ആയിട്ടോ എന്തെങ്കിലും ഒരു വിഷമം, നിങ്ങൾ എന്തൊരു കാര്യം ആർക്കെങ്കിലും വേണ്ടി ചെയ്തു കൊടുത്തു, എന്തെങ്കിലും ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് ഒരു മനസ്സിലൊരു സന്തോഷമില്ല, നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു വേണ്ടായിരുന്നു, ചെയ്യണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കാം അല്ലെ. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു, നിങ്ങളടുത്ത് എങ്ങോട്ടെങ്കിലും വരാൻ പറഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി നിൽക്കാതെ ആ ആളുകളുടെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന സമയത്ത്, അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കൊടുക്കാത്ത പ്രയോറിറ്റി വേറെ എവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല. സോ ഈ ഒരു കാര്യം നമ്മൾ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ സോൾ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഈ സമയം എന്താണോ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്, ആളുകളായിരിക്കാം, സിറ്റുവേഷൻ ആയിരിക്കാം, ആ കാര്യങ്ങളിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം അത് ആക്ച്വലി വേസ്റ്റ് ഓഫ് ടൈം ആണ്, നമ്മുടെ വേസ്റ്റ് ഓഫ് എഫേർട്ട് ആണ്. എസ്പെഷ്യലി ആളുകളിൽ നമ്മൾ ഒരുപാട് ഡിപ്പെൻഡഡ് ആവുന്ന സമയത്ത്, ആളുകളുടെ മൂഡിനനുസരിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചിട്ടായിരിക്കാം നമ്മളുടെ ഇമോഷൻസും പോകുന്നുണ്ടായിരിക്കാം അല്ലെ. സോ നിങ്ങളുടെ ലൈഫിൽ വളരെ വേണ്ടപ്പെട്ട ഒരു പേഴ്സൺ, ആ വ്യക്തി നിങ്ങൾക്ക് സന്തോഷമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് മുഴുവൻ നിങ്ങൾക്ക് സന്തോഷമായിരിക്കാം. അല്ലെങ്കിൽ ആ വ്യക്തി ഒരു ദിവസം നിങ്ങൾ വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഡൗൺ ആയി പോകുന്നുണ്ടായിരിക്കണം. ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അത് എഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. മിണ്ടാതിരിക്കുന്ന സമയത്ത് ആ വ്യക്തി തിരിച്ചു വരുന്നത് വരെ നിങ്ങളുടെ സിറ്റുവേഷൻ അത് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം പോകുന്നുണ്ടായിരിക്കുക അല്ലെ. സോ ഇങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യത്തില് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ള ടൈം ഇല്ല. അവിടെ ഒരു രീതിയിലും നമുക്കൊരു ഹെൽപ്പ് അല്ല അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ, നമുക്ക് ഒരു രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാത്ത ഒരു കാര്യമാണ്. സോ ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സിറ്റുവേഷൻസ് കാരണം നിങ്ങൾ സ്റ്റക്ക് ആണ്, ചില ആളുകൾ കാരണം, ചില കണക്ഷൻസ് കാരണം, ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ കാരണം നിങ്ങൾ സ്റ്റക്ക് ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുക. ആ ഒരു കാര്യം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. കാരണം വെയിറ്റ് ചെയ്യുന്നതോറും അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ടൈം പോവും, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു മാറ്റവും ആ വ്യക്തിക്ക് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. സോ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യത്തില് ഒരു സെക്കൻഡ് പോലും ടൈം വേസ്റ്റ് ആക്കാതിരിക്കുക. അത് നിങ്ങളുടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളെ എഫക്ട് ചെയ്യാതെ നോക്കണം. കാരണം ഇത് നമ്മുടെ പാത്ത് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ എങ്ങോട്ടോ അത്യാവശ്യമായിട്ട് പോവാണ്. സോ വഴിയിൽ എവിടേക്കോ എന്തൊക്കെയോ ഒരു കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ അവിടെ നോക്കി നിൽക്കുകയാണ്. ആ ഒരു കാഴ്ചകൾ നമ്മൾ
പണ്ട് നമ്മുടെ പാരന്റ്സ് ഒക്കെ കടയിൽ പറഞ്ഞയക്കുമല്ലോ, അപ്പം വരുന്ന വഴിക്ക് വല്ല കളിയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വീട്ടില് ടിവിയിൽ എന്തെങ്കിലുമൊക്കെ കാണുന്ന സമയത്ത് അവിടെ ഇരുന്ന് നമ്മൾ എന്തിനാ വന്നത്, നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത്, കുറച്ച് സമയത്തേക്ക് നമ്മളൊക്കെ വിട്ടുപോകും അല്ലെ. ആ ഒരു ചെറിയ കുട്ടീനെ പോലെ എന്താണോ വഴിയിൽ കണ്ടിട്ടുള്ളത് അതൊരു അത്ഭുത കാഴ്ചയായിട്ട് അവിടെ തന്നെ നോക്കി നിൽക്കും. എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടോ, അതും ഉണ്ടാവില്ല അല്ലെ. സോ നമുക്കൊരു യാത്ര പോകേണ്ടതായിട്ടുണ്ട്, നമുക്കൊരു ബ്യൂട്ടിഫുൾ ജേർണി മുന്നോട്ട് ഉണ്ടാവുന്നുണ്ട്. ഇതുവരെ കണ്ടതൊക്കെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇനി മുന്നോട്ട് വരുന്ന സമയത്തായിരിക്കാം നിങ്ങൾക്ക് പോലും അതിശയമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുക അല്ലെ. സോ ചില കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മുടെ പിറകെ വന്നോളും. സോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാതിരിക്കുക. കാരണം അത് നമ്മുടെ സോൾ ജേർണി അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ജേർണി കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡിലേ ആക്കുന്ന ഒരു കാര്യമാണ്. ഓൾറൈറ്റ്. സോ ഞാൻ മറ്റൊരു കാര്യം നിങ്ങളടുത്ത് എപ്പോഴും പറയാറുണ്ട്, സിറ്റുവേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതാവുന്ന സമയത്ത് എന്താണ് ചെയ്യുക. കാരണം നമുക്ക് ഒട്ടും സന്തോഷമില്ലാത്തൊരു പ്ലേസിൽ നമ്മൾ നിൽക്കേണ്ടി വരുന്ന സമയത്ത് അത് ആളുകളായിരിക്കാം അല്ലെ. സോ ഒരു വീട്ടിലോ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്പേസ് ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൈവസി ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് ചില പ്ലേസിൽ നിന്ന് ചില ആളുകളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം നിങ്ങൾ ഒരു വീട്ടിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം അല്ലെ. അല്ലെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നിങ്ങളുടെ പാരന്റ്സ് തന്നെ ആയിരിക്കാം. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ. സോ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടായിരിക്കണം, പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ നിങ്ങളുടെ പാരന്റ്സോ പാർട്ട്ണറോ ഫ്രണ്ട്സോ അതിനെ അലോ ചെയ്യുന്നുണ്ടാവില്ല അല്ലെ. സോ എപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഫിസിക്കലി ഒരു പ്ലേസിൽ നിന്ന് മാറാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും മെന്റലി ഇമോഷണലി നമുക്ക് ആ ഒരു കാര്യത്തിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാം, എനർജറ്റിക്കലി നമുക്ക് ആ ഒരു കാര്യത്തിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാം എന്നുള്ളത്. സോ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കാതിരിക്കുക. ജസ്റ്റ് ആക്ട് ലൈക്ക് those are not exist in your life. അങ്ങനത്തെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു കാര്യം നിങ്ങളെ ബോദർ ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുക. ഇത് ഞാൻ എന്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇത് എന്റെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സോൾ എക്സ്പാൻഡ് ആവണം. നിങ്ങൾക്ക് നിങ്ങളുടെ പേർപ്പസ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോളിന്റെ ബ്യൂട്ടിഫുൾ ജേർണിയിലേക്ക് നിങ്ങൾക്ക് വരണം. നിങ്ങളുടെ ഒരു ഓത്തന്റിക് ആയിട്ടുള്ള നേച്ചർ എന്താന്നുള്ളത്, നിങ്ങളുടെ യുണീക്നെസ്. ജസ്റ്റ് ഇമാജിൻ നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലെ. നിങ്ങളുടെ ലൈഫ് എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കാം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ അവേക്കൻ ആവുന്ന സമയത്ത്, എക്സ്പാൻഡ് ആവുന്ന സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങളുടെ സോള് ക്രേവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ട് ഇൻസ്പയർഡ് ആയിട്ട്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ലൈഫ് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളായിക്കൊള്ളണമെന്നില്ല. അത് നിങ്ങൾക്ക് ജെന്യൂൻലി വേണ്ട കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം. സോ ഇതൊക്കെ ജെന്യൂൻലി കണക്ട് ചെയ്യുന്ന സമയത്താണ് അതിന്റെ ഏറ്റവും പീക്കിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത്. റൈറ്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ നമ്മുടെ ലൈഫിൽ വരുന്ന സമയത്ത് ജസ്റ്റ് ഇമാജിൻ നമ്മുടെ ലൈഫ് എത്ര ബ്യൂട്ടിഫുൾ ആവും എന്നുള്ളത്. പിന്നെ അവിടെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ളതല്ല, പക്ഷെ നമുക്കതൊക്കെ മാനേജ് ചെയ്യാൻ നമ്മളും ഗ്രോ ചെയ്യും. നമ്മുടെ കൂടെ നമ്മൾ കളക്ട് ചെയ്യുന്ന കാര്യങ്ങളും ആളുകളും ആ ഒരു കാര്യത്തിന്റെ ഒപ്പം ഉണ്ടാവും. കാരണം നമ്മുടെ എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്ന ആളുകളെയാണ് നമ്മുടെ ലൈഫിലേക്ക് നമ്മളെ ആ ഒരു ടൈമിൽ അട്രാക്ട് ചെയ്യുന്നത്. സോ നിങ്ങളുടെ സോൾ ജേർണി, നിങ്ങളുടെ സോൾ എക്സ്പാൻഡ് ചെയ്യാതിരിക്കാൻ ബ്ലോക്ക് ചെയ്യുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും വെയിറ്റ് ചെയ്യാതിരിക്കുക, മുന്നോട്ട് പോവുക, പിറകോട്ട് നോക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവുക. കാരണം ഇപ്പോഴും ആളുകള് സ്പിരിച്വൽ ജേർണിനെ പറ്റി ഒരുപാട് ആളുകൾ പറയും, പക്ഷെ മിക്ക ആളുകളും യൂസ് ചെയ്യുന്നത് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ്, ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ യൂസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളടുത്തൊരു കാര്യം പറയാം, ഒരിക്കലും നമുക്ക് ആളുകളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾ ഒരാൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കാം നിങ്ങൾക്ക് ഫീൽ ചെയ്യാം അല്ലെ. നിങ്ങൾക്കൊരു പേർപ്പസ് ഉണ്ട്, നിങ്ങളൊരു സ്പെഷ്യൽ സോൾ ആണ്. അതുപോലെ നിങ്ങൾ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അവരുടേതായിട്ടുള്ള ലൈഫ് ജേർണി ഉണ്ടാവും അല്ലെ. അവർ ഡീൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, അവർ പോകേണ്ടതായിട്ടുള്ള ലെസൺ ഉണ്ടാവും, അവരുടെ കാർമിക് സിറ്റുവേഷൻ ഉണ്ടാവും. സോ ഇതൊക്കെ മനസ്സിലാക്കുക. നമുക്ക് ഒരാളുടെ ലൈഫിൽ ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ ഒരാളുടെ ലൈഫിൽ ഇതുപോലെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ കംപ്ലീറ്റ്ലി അതിനെ ഫ്രീ ആക്കി വിടുന്ന സമയത്ത്, അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും അല്ല എന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുന്ന സമയത്ത്, നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്ന സമയത്ത്, സോ നിങ്ങളുടെ ആ ഒരു സോൾ എക്സ്പാൻഡ് ജേർണിയിലേക്ക് വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ ലൈഫിൽ നിന്ന് തിരിച്ചു വന്നാലും നിങ്ങൾക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല
ആ വ്യക്തിയോട് നിങ്ങൾക്ക് അത്ര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ട്രസ്റ്റ് മീ, ഫീലിങ്സ് ചേഞ്ച് ആവും. കാരണം നിങ്ങൾ നിങ്ങളുടെ ഒരു ഓത്തന്റിക് നേച്ചറിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ സോൾ എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾ സ്വയം ഹെൽപ്പ് ചെയ്യുക. നിങ്ങളുടെ ഡ്രീമോ കാര്യങ്ങളോ ഒക്കെ സെറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങളുടെ സോൾ എക്സ്പാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഓത്തന്റിക് നേച്ചറിലേക്ക് കണക്ട് ചെയ്യുക. നിങ്ങളുടെ ഒരു യൂണിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാം. ദിസ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. സോ ജൂലൈ 1 ആണ്. സോ ഇന്ന് തന്നെ നിങ്ങൾ ഇതുപോലത്തെ തീരുമാനങ്ങൾ എടുക്കുക. കാരണം ഇനി നമുക്ക് 6 മാസം ടൈം കൂടിയുള്ളൂ മുന്നിലുള്ളൂ. ഈ ഒരു 6 മാസം ടൈം നമുക്ക് നമ്മുടെ ലൈഫ് ഇൻക്രെഡിബിളി ട്രാൻസ്ഫോം ചെയ്യാം. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.